നമസ്കാരം, മനുമാന്നാറാണ്. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നാലേകാട്ടിൽ ക്ഷേത്രത്തിലാണ്. അതെ, മാന്നാറിലെ അതിപുരാതനവും പ്രകൃതിയോട് അത്രമേൽ ഇണങ്ങിച്ചേർന്ന ഒരു ക്ഷേത്രമാണ് നാലേകാട്ടിൽ. ചെമ്പുമേഞ്ഞ ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശാന്തമൂർത്തിയായ കാത്യായനി ദേവിയാണ്. ഗണപതിയും ശിവകോവിലും സർപ്പക്കാവും യക്ഷിയമ്മയും എന്നിങ്ങനെ ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയായി നിലകൊള്ളുന്നു. പ്രകൃതിയെ അത്രമേൽ സംരക്ഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നാലേകാട്ടിൽ. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് 8 കെട്ടുള്ള നാലേകാട്ടിൽ കുടുംബവും സ്ഥിതി ചെയ്യുന്നത്. 250 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു ഈ കുടുംബത്തിന്. മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ ജനാധിപത്യ ക്രമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് വൈദ്യൻപിള്ളയും നാലേകാട്ടിലെ കുടുംബാംഗമായിരുന്നു. താളിയോലയിലും ഗ്രന്ഥാക്ഷരത്തിലും സംസ്കൃതിയിലുമായി ധാരാളം ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. അതിവിശിഷ്ടമായ ഭാഷാനാടകങ്ങൾ വരെ ഈ കുടുംബത്തിൻ്റെ ഗ്രന്ഥശേഖരത്തിലുണ്ട്. ശ്രീമൂലം തിരുനാളിൻ്റെ കാലം വരെ ഈ കുടുംബക്കാർ തിരുവിതാംകൂർ രാജ്യത്തിലെ മുഴുവൻ കണക്കുകളും നോക്കിയിരുന്നവരായതുകൊണ്ടാവാം ഇവരെ മേലെഴുത്തുപിള്ളമാർ എന്ന് വിളിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിലെ വിജയനാരായണപുരത്ത് ജീവിച്ചിരുന്ന മഹാനായ ഒരു യോഗീശ്വരൻ്റെ മകനും പണ്ഡിതനും ദിവ്യനുമായ രാമൻപിള്ള കേരളത്തിലെത്തി കൊട്ടാരത്തിലെ കണക്കെഴുത്ത് ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് ഈ കുടുംബക്കാർ നാലേകാട്ടിൽ കുടുംബം സ്ഥാപിച്ചു. കേരളത്തിലെ പ്രശസ്തനായ ജ്യോതിഷൻ ചെറിയനാട് പുലിമുഖത്ത് പോറ്റി ജ്യോതിഷം പഠിച്ചതും ഈ കുടുംബത്തിൽ നിന്നുമാണ്. മഹാകവി ഉള്ളൂർ എഴുതിയ കേരള സാഹിത്യ ചരിത്രത്തിൽ ഇത് സൂചിപ്പിക്കുന്നുമുണ്ട്. 1165 ധനുമാസത്തിൽ ചേപ്പാട് KG കൈമൾ, മാന്നാർ NP കൃഷ്ണപിള്ള എന്നിവരുടെ കാർമ്മികത്വത്തിൽ ദേവപ്രശ്നം നടത്തുകയും ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുകയും ചെയ്തു. നവരാത്രി നാളിൽ 10 ദിവസമാണിവിടെ ഉത്സവം. സരസ്വതി പൂജ നടക്കുമ്പോൾ നാനാജാതി മതസ്ഥർ കുട്ടികളെ വിദ്യാരംഭം കുറിക്കുന്നതിനായി ഇവിടെ എത്തിക്കാറുണ്ട്. ക്ഷേത്രത്തിലെ കുളപ്പുരയോട് ബന്ധിച്ചുള്ള തേവരുപുരയിൽ സരസ്വതി വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കുന്നത്തൂർ ദേവി ക്ഷേത്രത്തിലെ ഉത്സവ നാളുകളിൽ ദേവി പറയ്ക്കായി ഇറങ്ങുമ്പോൾ കൈനീട്ടപ്പറയ്ക്കായി ആദ്യം എത്തുന്നത് നാലേകാട്ടിൽ കുടുംബത്തിലേക്കാണ്. നാലേകാട്ട് ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്നേഹപൂർവ്വം, മനുമാന്നാർ.